ഹാപ്പി ബർത്ത്ഡേ ചിന്നു. എൻ്റെ ബർത്ത്ഡേ കണ്ടിട്ടെന്ന് ഇതെൻ്റെ കുഞ്ഞുണ്ണിയാണ് കേക്ക് കൊടുത്തയച്ചത്, ആങ്ങളേരെ വൈഫ്. ബർത്ത്ഡേക്ക് സാധാരണ കേക്ക് മുറിക്കാറൊക്കെ ഉണ്ട്, പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെ കേക്ക് മുറിക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ലേ, കുഞ്ഞുണ്ണി കൊടുത്തയച്ചു. പക്ഷെ ഞാൻ എൻ്റെ ബർത്ത്ഡേ എപ്പോഴും എല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം എൻ്റെ ബർത്ത്ഡേ മറന്നുപോയി എന്ന് പറയുന്നതിനേക്കാളും ഞാൻ തന്നെ ഓർമ്മിപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു നല്ലതെന്നാണ് ഞാൻ വിചാരിക്കാറ്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെ ബർത്ത്ഡേ അമ്മ ഓർക്കും. അത് മാത്രമല്ല, സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് പുതിയ പുതിയ ഡ്രസ്സും അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് പാക്കറ്റ് മിഠായിയൊക്കെ തന്നു വിടും. ആ മിഠായി കൊണ്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള കുട്ടികൾക്ക് മിഠായി കൊടുക്കുക, അതേപോലെ ടീച്ചർമാരെയൊക്കെ അപ്പുറത്തെ ക്ലാസ്സിൽ പോയിട്ട് ടീച്ചർമാർക്ക് കൊടുക്കുക. അതൊക്കെ എന്താ പറയുക, അതൊരു ഭയങ്കര മനസ്സിൽ മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണല്ലോ. എൻ്റെ വീട് സ്കൂളിൻ്റെ അടുത്തായാൽ തന്നെ കുട്ടികളൊരു സ്കൂളിൻ്റെ അടുത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്കൂളിൽ ഉച്ചയ്ക്ക് ഒരു 3-4 പിള്ളേരെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരും കഴിക്കാൻ. ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ ജോലിക്ക് പോകണ്ടാകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണെങ്കിലും അമ്മ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കും, ഞങ്ങളെല്ലാവരും കൂടി കഴിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ കുട്ടിക്കാലം മുതലേ അങ്ങനെ എല്ലാ കൊല്ലവും എൻ്റെ ബർത്ത്ഡേ ഞാൻ ആഘോഷിക്കാറുണ്ട്, ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. അങ്ങനെ എൻ്റെ 19ാമത്തെ ബർത്ത്ഡേ അത് ഡോക്ടർ റാണി മാഡം ഉള്ള ഹോസ്പിറ്റലിലായിരുന്നു. ആ ബർത്ത്ഡേക്കാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടിയത്. മാഡം എനിക്കൊരു ചെറിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റ് കിട്ടുകയെന്ന് പറയുന്നത് ഒരു സന്തോഷം തന്നെയാണ്, അതേമാതിരി ബർത്ത്ഡേ വിഷ് ചെയ്യാന്ന് പറയുന്നത് സന്തോഷം തന്നെയാണ്. ആദ്യമായിട്ടൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ സന്തോഷം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കണ്ടേ, അതല്ലാതെ നമുക്ക് തേടി വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കാറില്ല. ഇപ്പോൾ ആ ഗിഫ്റ്റ് റാണി മേഡത്തിൻ്റെ നിന്ന് വാങ്ങിയിട്ട് 20 വർഷമായി. അതായത് എനിക്കിപ്പോൾ 39 വയസ്സായി. വയസ്സ് പോണതിന് ഞാൻ സന്തോഷിക്കുന്നുള്ളൂ, കാരണം നമ്മൾ ജീവിച്ച ജീവിതമാണല്ലോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക, വിഷ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി.